വീഡിയോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല. അപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പലരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ലൈക്ക് ചെയ്യാണ്ടും വീഡിയോ കാണാം. വീഡിയോ കണ്ടല്ലോ എന്നിട്ട് പോവാം. അല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതേ പേരിൽ തന്നെ കുലിനറി ഡിലൈറ്റ് ബൈ വഫീഖ എന്ന പേരിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും പേജ് ഉണ്ട്. അപ്പോൾ അതിൽ കുക്കിംഗ് വ്ലോഗ് മാത്രമായിരിക്കില്ല, അതിൽ നമുക്ക് വരുന്നത് കുറേ കോമഡി വീഡിയോസ്, റീൽസ് അങ്ങനെ ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് കാണണം. അത് മാത്രമല്ല എന്തായാലും ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യണേ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി നിങ്ങളത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനി മിനി വ്ളോഗ് അങ്ങനത്തെ വ്ളോഗൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കൊരു കടായി എടുത്തിട്ട് നമുക്കൊരു ഫ്ലെയിം ഓൺ ആക്കി എടുക്കാം. അപ്പോൾ കുറച്ചാൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇത് നമുക്ക് അതിന് മുമ്പ് ബട്ടർ നമുക്കൊരു ചെറിയ പീസ്, ഒരു ചെറിയ സ്ക്വയർ പീസ് ആയിട്ടാണ് വേണ്ടി. അതിൽ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചില ആൾക്കാരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അല്ല, ചില ആൾക്കാർ. ഗൈസ്, ഇതാണ് എൻ്റെ കൈ. ഈ കൈ കൊണ്ടാണ് ഞാൻ ഡെയിലി ഉണ്ടാക്കല്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ മതിലാണ്. അവിടെ നിന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഫേസ് ഒന്നും നേരെ കാണിക്കാൻ കഴിയില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിലോ ടേബിളോ ഒന്നുമില്ല. കാരണം ഇവിടാണ് സ്റ്റൗവ്. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ അധികം ഫേസ് കാണിക്കാത്തത്. ഇനി ഫേസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, എങ്ങനെയെങ്കിലും കൊള്ളിക്കാം. ഓക്കെ, പറ്റുന്നത്രയും കൊള്ളിക്കാം. അപ്പോൾ അതാ നമുക്കിതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്നറിയോ? ഇത് നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. എല്ലാവരുടെ ഡൗട്ട് തീർന്നില്ലേ? അപ്പോൾ നമുക്കിനി ഒരു നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ബട്ടറാണ് ഇത് ഗൈസ്, വേഗം കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നത് ബട്ടർ ആകുമ്പോൾ വേഗം കഴിയും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പനീർ ഇതിലേക്ക് വെച്ച് ഇത് വേഗം ഫ്രൈ ആയി കിട്ടും കേട്ടോ ഗൈസ്. ഒരു മാക്സിമം ഒരു 2 മിനിറ്റ് ഒക്കെ മതിയാവും. കണ്ടില്ലേ, ഓവറായിട്ട് തിളക്കരുത്, ഇത് പൊടിഞ്ഞു പോവും. അപ്പം അതായത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ പനീർ ഇതാ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്വയർ പീസിൽ ബട്ടർ ഒരു 1 സ്പൂൺ എടുത്തിട്ടുണ്ടാവും. ആ ബട്ടർ നമുക്ക് ചൂടായി വന്ന കടായിലേക്ക്, ആ സെയിം കടായിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ, കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നോ, ആ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാനാണ്. ഇതാ കണ്ടോ, ഞാൻ ഉള്ളി ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓവർ വലുപ്പമൊന്നും പറയാൻ പറ്റില്ല, ഓവർ ചെറുതൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു മോഡൽ. കാരണം എന്താ വെച്ചാൽ അത് ഒക്കെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അത് ഓവറായി വയണ്ടും വരണ്ട. കാരണം എന്താ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, ഇത് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. എന്നിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം. ഞാനൊരു നുള്ളുപ്പിട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടറാണ് കേട്ടോ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വീണ്ടും ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. ഇതാക്കണ്ടില്ലേ, വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം.
പിന്നെ ഗൈസ് ഒരു സാധനം ഞാൻ നേരത്തെ കാണിക്കാൻ വന്നത്, ഞാനിവിടെ കുറച്ച് ക്യാഷ് ഞാനിവിടെ വെള്ളത്തിൽ പുതർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, അത് ഞാൻ പുതർത്തിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വരും. അപ്പോൾ അതാ ഇത് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. ഇത് ഞാനല്ലേ. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഗൈസ് ഇത് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ 3 മിനിറ്റ് വെറുതെ ഇരിക്കേണ്ട ഗൈസ്. കഴുകി വെക്കാനുള്ള പാത്രങ്ങളുണ്ടല്ല, നമുക്ക് പോയി കഴുകി വെക്കാം. അപ്പം അതാ ഇത്ര മതി. ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കൊന്ന് മൂടി തുറക്കാം. ഇനി നമുക്കിതൊന്ന് വേഗം ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇത്ര ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. അതിനായി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാണ്. ഇതാ ഇതിന് നമുക്ക് ചൂടാറാൻ വെക്കാം. ഞാൻ പാൻ്റെ അടിയിലാണ് വെക്കുന്നത്. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ മിക്സിയിൽ അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് മാറ്റാം. ഫുള്ളായിട്ട് ചൂടാറിയിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. ചെക്ക് ചെയ്തോ. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഈ സെയിം പാനിനെ ചൂടാക്കാം. അതായത് പാത്രം കുറേ കഴുകാൻ വേണ്ട. അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. കണ്ടാൽ മനസ്സിലാവില്ല അത് കഴുകാത്ത പാത്രമാണെന്ന്. ആ സെയിം പാത്രം തന്നെയാണെന്ന്. അപ്പോൾ ചൂടായി വന്നാൽ ഇതിലേക്കൊരു 1 സ്പൂൺ, അതായത് 2 സ്പൂൺ എടുത്ത്, അതായത് കുറച്ചധികം ബട്ടർ എടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിം. മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അതാ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, പെട്ടെന്ന് തന്നെ വേഗം കഴിഞ്ഞപ്പോൾ 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഉപ്പിലേക്ക് വേണ്ടി വരാം. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ വീണ്ടും പറയാണ്, ലോ ഫ്ലെയിമിൽ വെക്കണം, കരിഞ്ഞു പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം. ഇനി നിന്നിട്ട് ഇതാ വേഗം ഇളക്കാം. ഒഴിച്ച് കൊടുത്താണ് പിന്നെയും കഴിയും. അതുകൊണ്ട് തന്നെ ഇതാ കണ്ടില്ല, നല്ല പേസ്റ്റ് പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി അതേ മിക്സിയിലേക്ക് തന്നെ ഞാനൊരു ബാക്കി ഇതിലേക്ക് ഞാൻ അതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. നമുക്കതാ തിളച്ച് കഴിഞ്ഞല്ലോ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ പൊരിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ഷെല്ലോ ഫ്രൈ ചെയ്ത പനീർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ അപ്പോൾ ഇതാ ഞാൻ പനീറൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം, കാരണം പനീർ ഉടഞ്ഞു പോകും. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ ഇത് മൂടി വെച്ച സമയം നേരത്തെ പറഞ്ഞാൽ വെറുതെ ഇരിക്കണ്ട, കണ്ടോ? അപ്പോൾ ക്ലീൻ ആക്കാനുള്ളേക്കാത്ത അപ്പം തന്നെ ക്ലീൻ ആക്കാം. ഇനി ആകെ ഇതിൽ വേണ്ടത്
കസൂരി മേത്തി ആൻഡ് ഫ്രഷ് ക്രീം. ബാക്കിയൊക്കെ കിഴി വെക്കുക, എടുത്ത് വെക്കാനുള്ള എടുത്ത് വെക്കുക ഒക്കെ ചെയ്യാം. ആ ഒരു 5 മിനിറ്റിൽ ഇതവിടെ നമുക്ക് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വേണ്ടിയ 2 സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്താ നല്ല മണം. ഇത് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാക്കണ്ടോ. ഇനി ഇൻഗ്രീഡിയൻറ്റ് കൂട്ടാത്ത ഒരു സാധനം കൂടി, ഷുഗർ. ഞാൻ ഇങ്ങനത്തെ എന്ത് സ്പെഷ്യൽ കറി ഉണ്ടാക്കുമ്പോഴും ഷുഗർ ഇടലുണ്ട്. ഇനി നമുക്കൊരു 1/2 സ്പൂൺ മതി. ഇതാ ഈ ഒരു കുഞ്ഞ് സ്പൂണിൽ 1/2 മതി. അതാ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓവറായി പോവുകയും ചെയ്യരുത്. ഞാൻ അതുപോലെ വിചാരിക്കും, അയ്യേ കറിയിൽ പഞ്ചസാരയോ മധുരവും കറിയിലോ ഇപ്പോൾ എരിവും മധുരം കൂടി ആവുമല്ലോ. പക്ഷേ റെസ്റ്റോറൻറ്റ് ടേസ്റ്റ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടണമെങ്കിൽ ഈ ഷുഗർ വേണം കേട്ടോ. അപ്പോൾ ഇതാ മെല്ലെ ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഇതാ ഒരു 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസൂരി മേത്തി ആൻഡ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാനേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പോൾ അതാ ഞാൻ ഇത്തിരി കസൂരി മേത്തി എടുത്തിട്ട് 1 സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വിതറിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്റ്റൈലിഷൊക്കെ ആയിട്ട് നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഒഴിക്കേണ്ടത് ഇപ്പോഴല്ല, സെർവ് ചെയ്യുമ്പോഴാണ്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. എന്താ നന്നായി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, പനീർ ഉടഞ്ഞു പോവേ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടില്ലേ നമ്മുടെ പനീറൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നില്ല. എന്താ ഞാൻ പറഞ്ഞ പോലെ ഈ പനീർ ബട്ടർ മസാല റെഡി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടോ കുറേ പനീറും ഒക്കെ ഉണ്ട്. അപ്പോൾ പനീർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ 1 ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് കറിയിലുള്ള ഒരു കറിയാണ് ഇത്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറുതൊരു ഡെക്കറേഷന് വേണ്ടി നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രഷ് ക്രീം അതേപോലെ സ്റ്റൈലിഷായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഓവറായിട്ട് ഇങ്ങോട്ട് സ്റ്റൈലിഷ് ആക്കണ്ടേ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ 2 ചപ്പാത്തീൻ്റെ കൂടാണ് കഴിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് പൊറാട്ടൻ്റെ കൂടെയും കഴിക്കാം, നല്ല മെച്ചാണ്. അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പനീറൊക്കെ ഇട്ട് എന്താ നമുക്ക് തരാലോ. അപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കണം. അവൾ അതിൻ്റെ ഇടയ്ക്ക് എന്തിനോ പണിങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കത് കഴിച്ചു നോക്കി കൂടെ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് ചമ്മന്തിയാക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിലേക്കും അപ്പോൾ ട്രൈ. ഓക്കെ ബൈ. എനിക്കറിയാം മോളെ. ഓള് ഗ്യാസിൻ്റെ അടുത്ത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി കാണിക്കണ. അപ്പോൾ ഞാനത് തിന്നിട്ട് ബൈ.